ഇതെന്തെന്നാടാ ഇത്? എല്ലാത്തിനും നിരങ്ങി ജയിച്ചിരിക്കുകയാണ്. ഒരു പരീക്ഷയ്ക്ക് പോലും നല്ല മാർക്കില്ല. ഇതെന്തിനാ ഇങ്ങനെ നീ പഠിക്കാൻ പോകുന്നേ? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ക്രിക്കറ്റും കൂത്തുമൊന്നും പറഞ്ഞ് നടക്കരുതെന്ന്. ഈ ഒരൊറ്റ പരിപാടിക്ക് പോകുന്നതുകൊണ്ടാണ് നിനക്ക് ഇത്രയും മാർക്ക് കുറവ്. നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ചെക്കനാ നീ. അതാ നിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട് ക്രിക്കറ്റിന് പോയി നിനക്ക് നിന്റെ കുടുംബം പുലർത്താൻ പറ്റുമോ? നിന്റെ അച്ഛനായിട്ട് കുറെ കടങ്ങളും ബാധ്യതകളും മാത്രമാണ് ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. എൻ്റെ ഏക പ്രതീക്ഷയാ കുട്ടി നീ. ഇല്ലാണ്ടാക്കരുത്. നിനക്ക് താഴെ ഒരു അനിയത്തിയും കൂടി ഉണ്ടേ. എനിക്ക് അവളെ നാളെ കെട്ടിച്ചു വിടേണ്ടതാ. നീ നന്നായി പഠിച്ച് നല്ലൊരു ജോലിക്ക് കയറിയിട്ട് വേണം ഒന്ന് സമാധാനമായിട്ടിരിക്കാനെന്നാണ് അമ്മയുടെ പ്രതീക്ഷ. ഇല്ലാണ്ടാക്കരുത് കുട്ടി നീ അത്. എന്താ പ്രേമോ? ആ, കേമായിട്ടുണ്ട്. എങ്ങനെങ്കിലും കോഴ്സ് കഴിഞ്ഞൊരു ജോലിക്ക് കയറി 10 പൈസ ഉണ്ടാക്കാനുള്ളതിന് നീ ഇങ്ങനെ പ്രേമിച്ച് നടക്കാൻ പോവാ? നിനക്ക് താഴെ ഒരു പെങ്കൊച്ചു വളർന്നു വരുന്നുണ്ട്. നിന്നെ കണ്ടല്ലേ അവളും പഠിക്കുക. ആ, മര്യാദയ്ക്ക് എങ്ങനെയും ഒരു ജോലിക്ക് കയറാൻ നോക്ക്. അവളെ കല്യാണം കഴിപ്പിച്ച് വിടാനുള്ള കാര്യങ്ങളാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അല്ലാതെ അവനും പ്രേമിച്ച് നടന്നിട്ട് കാര്യമൊന്നുമില്ല. എടാ, നിനക്ക് ശമ്പളം കിട്ടിയോ? 2-3 കാര്യങ്ങളുണ്ട്. അവളുടെ ഫീസ് കൊടുക്കാറായിട്ടുണ്ട്. പിന്നെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട്. പിന്നെ അതിലൊക്കെ പ്രധാനമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം, അപ്പച്ചിയുടെ മോളുടെ കല്യാണം അങ്ങ് എടുത്തു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സ്വർണ്ണമായിട്ട് തന്നെ കൊടുക്കണം. ഇവിടെ ഇനി അല്ലെങ്കിൽ കല്യാണം വരില്ലേ? അപ്പോൾ വല്ലതും ഇങ്ങോട്ട് തരണ്ടേ അവർ? നമ്മൾ അങ്ങോട്ട് സ്വർണ്ണമായിട്ട് എന്തെങ്കിലും തന്നെ കൊടുക്കാണ്ട് ഒന്നും ഇങ്ങോട്ട് കിട്ടില്ല. ആ ചിട്ടി ഇപ്പോൾ പിടിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അത് ഞാൻ അവളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പിടിച്ചിരിക്കുന്നതാ. എങ്ങനെയൊക്കെയാ കഷ്ടപ്പെട്ട് അത് അടയ്ക്കുന്നതെന്ന് എനിക്കും ദൈവത്തിനും മാത്രമേ അറിയുള്ളൂ. അപ്പോഴേ ഇനി ആ ചിട്ടി പിടിക്കാൻ പോകുന്നത്. ഞാൻ അവളുടെ കാര്യം വരുമ്പോൾ എന്താ ചെയ്യുക? അതൊന്നും പറ്റില്ല. നീ വേറെ എവിടുന്നെങ്കിലും അത് നോക്ക്. സ്വർണം കൊടുക്കാതെ എന്തായാലും പറ്റില്ല. മോനെ, നീ സതീശൻ പറഞ്ഞ ഗൾഫിലെ ജോലിയുടെ കാര്യം നോക്കിയില്ലേ? പിന്നെ എൻ്റെ കുട്ടി, ഈ കൂട്ടുകാരും നാട്ടുകാരും ഒന്നും പറഞ്ഞ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നിനക്കൊരു മനുഷ്യനെ കൊണ്ട് 10 പൈസയുടെ പ്രയോജനം ഉണ്ടാവില്ല. നാളെ നിൻ്റെ അനിയത്തിയുടെ കാര്യം വരുമ്പോൾ ഇവരാരും കാണില്ല നിൻ്റെ കൂടെ നിൽക്കാൻ. അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. എവിടുന്നാന്ന് വെച്ചാൽ നീ പൈസ ഉണ്ടാക്കിയിട്ട് കയറി പോകാൻ നോക്ക്. അപ്പോൾ നീ ഡ്യൂട്ടിയിലാണോ? പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. അവളെ പ്രസവത്തിന് കൂട്ടിക്കൊണ്ട് വരണ്ടേ? അവരവിടെ ഏതോ വലിയ ഹോസ്പിറ്റലിലൊക്കെ അവളെ കാണിച്ചുകൊണ്ടിരിക്കുന്നതേ. അപ്പോൾ നമുക്കിവിടെ വരുമ്പോഴും അതുപോലൊക്കെ തന്നെ വേണ്ടേ? ആദ്യത്തെ പ്രസവമല്ലേടാ. അപ്പോൾ നീ അടുത്ത മാസം തൊട്ടേ കുറച്ച് പൈസ കൂടുതൽ അയക്കണം കേട്ടോ. അവളും കൂടി ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നല്ലോണം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ അവൾക്ക്? ഇവിടെ ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ വേണം കാണിക്കാൻ. നമ്മൾ വേണം ആദ്യത്തെ പ്രസവം എടുക്കാനേ. നീ അപ്പോൾ കരുതിയിട്ടേ. അതാ അമ്മ പറഞ്ഞ്. അപ്പോൾ എന്തെങ്കിലും നന്നായി കരുതിക്കോ. പ്രസവത്തിൻ്റെ സമയത്തൊക്കെ ഒത്തിരി പൈസയൊക്കെ വേണ്ടി വരും.